പൊട്ടിച്ചിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉടൻ തന്നെ പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ അഗ്നി പരീക്ഷ. അതെ, സാധാരണക്കാരിൽ നിന്ന് അടുത്ത ബിഗ് ബോസ് താരത്തെ തേടി ഒരു അഗ്നി പരീക്ഷ. അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തിക്ക് ഇപ്പോൾ പേര് നരസിംഹം എന്നാണ്. എന്റെ അമ്മയെ നാട്ടിച്ച് ഇയാളോ പൊന്നോ. അദ്ദേഹത്തിന്റെ മോസ് എൻട്രിയാണ് അത്. നമ്മുടെ സ്ഫടികത്തിൽ ലാലേട്ടന്റെ എൻട്രിക്ക് സമാനം. ബിഗ് ബോസിലേക്കുള്ള വാതിൽ തുറക്കാൻ ധൈര്യമുള്ള ആരൊക്കെയുണ്ട്? ബിഗ് ബോസിലേക്കുള്ള വാതിൽ തുറക്കാൻ ധൈര്യമുള്ള ആരൊക്കെയുണ്ട്? ഇനി എന്തിനാ? എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് എങ്ങോട്ടാന്ന് വെച്ചാ പോയി രക്ഷപ്പെട്ടോ. ആരുടെ ക്യാമറ നോക്കാതെയുള്ള അഭിനയത്തിന് ശേഷം അടുത്തായി കടന്നു വരികയാണ് അടുത്ത ബിഗ് ബോസ് എൻട്രി. കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ. 40 സാധാരണക്കാർ, 21 ദിവസം. ബിഗ് ബോസിൽ എത്തുന്ന സാധാരണക്കാരെ കാത്തിരിക്കുന്ന ആദ്യ കടമ്പയാണ് അഗ്നി പരീക്ഷ എന്ന ഷോ. ഡയലോഗ് പറയുന്നത് ക്യൂ നിൽക്കുക, ഒരാള് പറഞ്ഞിട്ട് അടുത്ത ആള്. എന്താ ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഈ യുദ്ധം ജയിക്കുന്ന ഒന്നോ അതിലധികമോ സാധാരണക്കാരായിരിക്കും ഇത്തവണ ബിഗ് ബോസിലേക്ക് എത്തുക. ഇതാണ് ഗ്യാങ്. ഇവര് പരസ്പരം അഭിനയിക്കുകയാണെന്ന് പറയത്തില്ല, അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുണ്ട്. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഇനി അവന്റെ വരവാണ്. സാക്ഷാൽ അഖിൽ മാരാർ, അഖിൽ കട്ടാത്തല. തീക്കളിയാണ്, അത്ര എളുപ്പമല്ല. ബിഗ് ബോസ് പോലെ തന്നെ ടഫാണ് അഗ്നി പരീക്ഷ. ഞങ്ങളും നിങ്ങളും കൂടി ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ച മത്സരാർത്ഥികളെ ആയിരിക്കും. യെസ്, ദി ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ്. ഇനി ഈ ഷോ കാണാതെ ബിഗ് ബോസ് കാണുന്നവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനോ, നിങ്ങളാണ് ഭാഗ്യവാന്മാർ. ഇൻട്രോ കാണാതെ ക്ലൈമാക്സ് കണ്ടിട്ട് കാര്യമുണ്ടോ? ഇത് കാണാതെ ഷോ തുടങ്ങുമ്പോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അവരാണ് ഭാഗ്യവാന്മാര്. ടഫായിരിക്കും. അശോക, ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സർ. എന്നാ ഇനി വേണ്ട, ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ ടഫാക്കും. ഈ 100 ദിവസം നിക്കാൻ വേണ്ടിട്ട് ഈ 21 ദിവസം ഇവരെ സഹിച്ചിട്ട് അവരുടെ അവസ്ഥ നീ ആലോചിച്ച് നോക്ക്. ഇത്തവണ തീപ്പൊരി പാറും. ഇപ്പൊ ഉള്ള സങ്കടത്തിന് പുറമെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇല്ലെങ്കിൽ ഞങ്ങൾ പാറിക്കും. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. എന്നാ ശരി, ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഇല്ല, ഗുഡ് നൈറ്റ്.